എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 35-ാമത്തെ സർഗത്തിൽ 17 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഹിമവാന് മേനയിൽ 2 പുത്രിമാരുണ്ടായി, ഗംഗയും ഉമയും. അതിൽ ഗംഗ മൂത്ത മകളാണ്. ഗംഗയുടെ കഥ പറയാനാണ് ശ്രീരാമൻ വിശ്വാമിത്രനോട് ആവശ്യപ്പെടുന്നത്. ആ കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് ചെയ്യണത്. അപ്പോൾ 2 മക്കളുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഗംഗ സ്വർഗത്തിലേക്ക് പോയത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാനായിട്ട് തുടങ്ങുന്നത്. നമുക്ക് 17-ാമത്തെ ശ്ലോകം നോക്കാം ആദ്യം. അഥ ജ്യേഷ്ഠാം സുരാ സർവേ ദേവകാര്യ ചികീർഷയാ ശൈലേന്ദ്രം വരയാമാസുർഗംഗാം ത്രിപഥഗാം നദീം. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം ഈ 2 കുട്ടികളുണ്ടായി വളർന്നു വന്നപ്പോൾ സർവേ സുരാഹ എല്ലാ ദേവന്മാരും തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് സ്വർഗലോകത്തിൽ നിന്ന് ദേവകാര്യ ചികീർഷയ ദേവതാപിത്രർത്ഥങ്ങൾ, അതായത് ദേവകാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാർക്ക് കർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു? ശൈലേന്ദ്രം ത്രിപഥഗാം നദീം ഗംഗാം വരയാമാസു. ശൈലേന്ദ്രന്റെ ഹിമവാന്റെ സമീപത്ത് ചെന്നിട്ട് ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ത്രിപഥഗാ നദി, ത്രിപഥഗ എന്ന് വെച്ചാൽ 3 വഴികളിലൂടെ സഞ്ചരിക്കുന്നവൾ, അതാണ് സ്വർഗം, ഭൂമി, പാതാളം, ഗംഗ. അങ്ങനെയുള്ള ഗംഗാ നദിയെ വരയാമാസു എന്ന് വെച്ചാൽ സ്വീകരിച്ചു. അതായത് ദേവലോകത്തിലേക്ക് ദേവന്മാരുടെ ക്രിയകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്വർഗലോകത്തിലേക്ക് ഗംഗയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഹിമവാനോട് ചോദിച്ചു. അപ്പോൾ ഹിമവാൻ എന്ത് ചെയ്തു? അതാണ് 18-ാമത്തെ ശ്ലോകം. ദദൗ ധർമ്മേണ ഹിമവാം സ്തനയാം ലോകപാവനീം സ്വച്ഛന്ദപഥഗാം ഗംഗാം ത്രൈലോക്യഹിതകാമ്യയാ. അങ്ങനെ ഹിമവാൻ എന്താണ് ചെയ്തത്? അപ്പോൾ ധർമ്മേണ, ധർമ്മപ്രകാരം, അതായത് അതാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ദേവന്മാരുടെ ആവശ്യത്തിന് ഈ പുത്രിയെ വിട്ടുകൊടുക്കുന്നത് ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്തു? ലോകപാവനിയും ഗംഗാം, ലോകപാവനിയായിട്ടുള്ള ലോകത്തെ മുഴുവനും പരിശുദ്ധയാക്കുന്നവളായ ഗംഗാ നദിയെ, മാത്രമല്ല സ്വച്ഛന്ദ പഥഗാം, സ്വച്ഛന്തം, വളരെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തെളിഞ്ഞ വെള്ളത്തോടുകൂടി സഞ്ചരിക്കുന്നവളായ, എല്ലാവരെയും ശുദ്ധീകരിക്കുന്നവളായിട്ടുള്ള ആ ഗംഗാ നദിയെ ത്രൈലോക്യഹിതകാമ്യയ, 3 ലോകങ്ങൾക്കും ഹിതമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവന്മാർക്കായിട്ട് ദദൗ നൽകി. അപ്പോൾ സ്വർഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗംഗയെ എന്ന് പറയുമെങ്കിലും ഗംഗ 3 ലോകങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് ഹിമവാൻ അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ട് ഹിമവാൻ തൻ്റെ മൂത്ത മകളായിട്ടുള്ള ഗംഗയെ ദേവന്മാർക്ക് നൽകി. ഹിമവാം സ്തനയാം എന്ന് പറയുമ്പോൾ ഹിമവാൻ പ്ലസ് തനയാം, അത് സന്ധി ചേരുമ്പോഴാണ് ഹിമവാം സ്തനയാം എന്ന് പറയുന്നത്. ലോകപാവനിയായിട്ടുള്ള മകളെ ദേവന്മാർക്ക് കൊടുത്തു. അങ്ങനെ ദേവന്മാർ എന്ത് ചെയ്തു? 19-ാമത്തെ ശ്ലോകം നോക്കാം. പ്രതിഗൃഹ്യ ത്രിലോകാർത്ഥം ത്രിലോകഹിതകാംക്ഷിണ ഗംഗാമാദായ തേ ഗച്ഛൻ കൃതാർത്ഥേനാന്തരാത്മന. അങ്ങനെ ത്രിലോകഹിതകാംക്ഷിണ തേ, 3 ലോകങ്ങൾക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന അവരെല്ലാവരും തന്നെ, അതായത് ദേവന്മാരെല്ലാവരും 3 ലോകങ്ങൾക്കും നന്മ വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഗംഗയെ സ്വീകരിച്ചു കൊണ്ടുപോയത്. അങ്ങനെ ത്രിലോകഹിതകാംക്ഷിണ തേ, 3 ലോകങ്ങൾക്കും ഹിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരായ ആ ദേവന്മാര് ത്രിലോകാർത്ഥം 3 ലോകങ്ങൾക്കും വേണ്ടിയിട്ട് പ്രതിഗൃഹ്യ ഗംഗയെ സ്വീകരിച്ചിട്ട് ഗംഗാമാതായ കൃതാർത്ഥേന അന്തരാത്മന അഗച്ഛൻ. അങ്ങനെ ഗംഗയെയും സ്വീകരിച്ചുകൊണ്ട് വളരെ ഉള്ളു നിറഞ്ഞവരായിട്ട് കൃതാർത്ഥന്മാരായിട്ട് സ്വർഗലോകത്തിലേക്ക് എല്ലാവരും പോയി. അതായത് ഈ ഗംഗ എല്ലാവർക്കും ഉപകാരപ്രദയാകും എന്നുള്ളത് എല്ലാവർക്കും ഒരുവിധം അറിയായിരുന്നു. ഏത് വിധത്തിലാണ് വരാൻ പോണതെന്നുള്ളതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ 3 മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയത്. മറ്റൊരു നദിയെ പറ്റിയിട്ടും ഇങ്ങനെ കേട്ടിട്ടില്ല. ഗംഗാ നദിയെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ ആ ഗംഗാ നദി ഭൂമിയിലേക്ക് വന്നതിനൊക്കെ പ്രത്യേകം കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗംഗയ്ക്ക് അത്രയ്ക്കധികം പാവനത്വം വരണത്.
മറ്റൊരു നദിയും എന്തിനായിട്ട് ഉദ്ഭവിച്ചു എന്ന് പറയണില്ല. ഗംഗ ഭൂമിയിലേക്ക് ശിവന്റെ ജടയിലേക്ക് വരണതും അവിടെ നിന്ന് പാതാളത്തിലേക്ക് പോണതിനുമൊക്കെ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ മോക്ഷത്തിന് കാരണക്കാരിയാണ്, സ്വർഗലോകത്തേക്കുള്ള പടികളാണ് എന്നൊക്കെ ഗംഗയെ വിശേഷിപ്പിക്കുന്നത്. കവികളായാലും പഴയ ആചാര്യന്മാരായാലും നമ്മുടെ പുരാണങ്ങളായാലും ഒക്കെ അതിനെ വിശേഷിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള കാരണങ്ങളുള്ളത് കൊണ്ടാണ്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ദേവന്മാരെല്ലാവരും ഗംഗയെയും കൊണ്ട് സ്വർഗലോകത്തിലേക്ക് പോയി. ഇനി മറ്റൊരു ദുഹിത ഉണ്ടല്ലോ, മറ്റൊരു മകളുണ്ടായിരുന്നല്ലോ, ഗൗരി. ആ മകൾ എന്താണ് ചെയ്തത്? യാച അന്യാ ശൈലദുഹിത കന്യാസീത് രഘുനന്ദന ഉഗ്രം സാ വ്രതമാസ്ഥായ തപസ്തേപേ തപോധന. രണ്ടാമത്തെ മകളായിട്ടുള്ള ഉമ, ഗൗരി, ആ മകൾ എന്ത് ചെയ്തു? ശൈലദുഹിത കന്യ, അന്യ എന്ന് വെച്ചാൽ മറ്റേ മകൾ, ഗംഗയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി മറ്റേ മകളായിട്ടുള്ള രണ്ടാമത്തെ മകളായിട്ടുള്ള ഉമ, ആ മകൾ എന്ത് ചെയ്തു? ഉഗ്രം സാ വ്രതമാസ്ഥായ, സാ ഉഗ്രം വ്രതം ആസ്ഥായ തപസ്തേപേ തപോധന സാ തപസ്തേപേ. വ്രതത്തിൽ കൂടെ തപസ് നേടിയിട്ട് കഠിനമായിട്ടുള്ള വ്രതചര്യകളിൽ മുഴുകി തപസ് ചെയ്തു. എന്തിനായിരുന്നു തപസ് ചെയ്തത്? അതെല്ലാവർക്കും അറിയാം. ശ്രീപരമേശ്വരനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. ഗംഗ ആരുടെയും പത്നി ആയില്ല. അതിനു മുമ്പ് തന്നെ ദേവന്മാര് അവിടേക്ക് സ്വർഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാർവതി അങ്ങനെയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഉമ അങ്ങനെയല്ല ചെയ്തത്. കഠിനമായിട്ടുള്ള വ്രതചര്യകൾ ആചരിച്ച് ശ്രീപരമേശ്വരനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ കഠിനമായിട്ടുള്ള തപസ്സൊക്കെ ചെയ്തു. അതാണ് തപോധന സാ തപസ്തേവേ, കഠിനമായിട്ടുള്ള തപസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടോ 21ാമത്തെ ശ്ലോകം നോക്കാം. ഉഗ്രേണ തപസായുക്താം ദദൗ ശൈലവരസുതാം രുദ്രായ പ്രതിരൂപായ ഉമാം ലോക നമസ്കൃതാം. അങ്ങനെ തപസ് ചെയ്തതോടു കൂടിയിട്ടാണ് ഉമ ഒന്നുകൂടിയും ലോക നമസ്കൃതയായത്. തപസ്സാണ് ശക്തി. തപോബലം എന്ന് പറയുന്നത് ചില്ലറ ബലമൊന്നുമല്ല എന്നുള്ളത്. ഭഗവതിയാണ്, ദേവിയാണ്, ഹിമവത് പുത്രിയാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഉമയ്ക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല. പക്ഷേ തപസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒന്നുകൂടിയും ലോകങ്ങളൊക്കെ പൂജിക്കത്തക്കതായിട്ടുള്ള ഒരു പദവി അല്ലെങ്കിൽ ഒരു സ്ഥാനം ശ്രീപാർവതിക്ക് പിന്നീടാണ് വന്നു ചേർന്നത്. അതായത് സ്വതസിദ്ധമായിട്ട് വളരെ ഉയർന്ന പദവിയിലുള്ള ഒരാൾ തന്നെയാണെങ്കിലും തപസ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ അംഗീകാര്യത നാട്ടുകാരൊക്കെ അല്ലെങ്കിൽ ജനങ്ങളെ ദേവന്മാരെല്ലാവരും ദേവിയെ അംഗീകരിച്ചു കൂടുതൽ എന്നുള്ളതിന്റെ തെളിവാണ്. അതിനാണ് തപസ് കൊണ്ട് കഠിനമായിട്ടുള്ള തപസ്സാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അത് തപസ് എന്നുള്ളത് കൊണ്ട് ഒന്നിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള വ്രതചര്യയോട് കൂടിയിട്ടുള്ള ജീവിതം, അതിനെയാണ് തപസ് എന്ന് പറയുന്നത്. എല്ലാം ത്യജിച്ചുകൊണ്ടാണ് ശ്രീപാർവതി ഹിമാലയത്തിന്റെ ഒരു പാർശ്വത്തിൽ പോയിരുന്ന് തപസ് ചെയ്തത്. അതിനുശേഷം ഗൗരീ ശിഖരം എന്നതിന് പേര് വന്നു എന്നൊക്കെ കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്. പാർവതി അവിടെ ഇരുന്നിട്ടാണ് തപസ് ചെയ്തത് അത്രേ. ഇപ്പോഴും ഉണ്ട് ഗൗരീ ശിഖരം എന്ന് പറഞ്ഞിട്ട് നല്ല ഉയരത്തിലുള്ള 3-4 പർവ്വത ഭാഗങ്ങളിൽ ഈ ഗൗരീ ശിഖരമൊക്കെ ഉണ്ട്. കാഞ്ചൻജംഗ, ഗൗരീ ശിഖരം, രുദ്രപർവ്വതം, അതുപോലെ എവറസ്റ്റ്, അതിന് സാഗർ റാണി എന്നാണ് മറ്റൊരു പേര്. ഇങ്ങനെ പർവ്വതങ്ങൾ കുറേ ശൃംഗങ്ങൾ ഈ ഹിമാലയത്തിനുണ്ട്. അവിടെ അതിൻ്റെ ഒരു ഭാഗത്ത് പോയിരുന്നിട്ടാണ് പാർവതി തപസ് ചെയ്തത്. അതിനുശേഷം ആ പാർവതിയുടെ പേരോട് കൂടിയിട്ട് ആ ശിഖരം അറിയപ്പെട്ടു എന്ന് കാളിദാസൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കഠിനമായിട്ടുള്ള തപസ് ചെയ്ത ആ പുത്രിയെ ഉഗ്രേണ തപസായുക്താം സുതാം ശൈലവരഹ, അങ്ങനെയുള്ള തൻ്റെ പുത്രിയെ ലോക നമസ്കൃതാം ഉമാം, ലോകരാലൊക്കെ നമസ്കരിക്കപ്പെടുന്നവളായിട്ടുള്ള ആ ഉമയെ അപ്രതിരൂപായ രുദ്രായ ദദൗ, അതുല്യനായിട്ടുള്ള ദേവനായ ശ്രീപരമേശ്വരനായിക്കൊണ്ട് രുദ്രനായിക്കൊണ്ട് ശൈലവരൻ ഹിമാലയം വിവാഹം കഴിച്ചു കൊടുക്കുകയും ഉണ്ടായി. ഈ സർഗത്തില് ഈ കഥകൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി കഥകൾ അടുത്ത സർഗത്തിലേക്കാണ് പോണത്. ഇനിയുള്ള 2-3 ശ്ലോകങ്ങളെ കൊണ്ട് ആ കഥകളൊന്ന് ചുരുക്കി ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയാണ്. നമുക്ക് 22, 23, 24 എന്നുള്ള ആ 3 ശ്ലോകങ്ങളും ചൊല്ലാം. ഏതേ ശൈലരാജസ്യ സുതേ ലോക നമസ്കൃതേ ഗംഗാ ച സരിതാം ശ്രേഷ്ഠ ഉമാദേവീ ച രാഘവ ഏതത്തേ സർവമാഖ്യാതം യഥാ ത്രിപഥഗാമിനി ഖം ഗതാ പ്രഥമം താത ഗതിം ഗതിമതാം വരാ
സൈഷാ സുരനദീരമ്യ ശൈലേന്ദ്രതനയാ തദാ സുരലോകം സമാരൂഢ വിപാപാ ജലവാഹിനി. എന്നിട്ട് പറയാണ്, ഏതേ തേ ശൈലരാജസ്യ സുതേ ലോക നമസ്കൃതേ. ഏതേ ഇവര് രണ്ടുപേരുമാണ് ശൈലരാജസ്യ ലോക നമസ്കൃതേ തേ സുതേ. ശൈലരാജന്റെ രണ്ട് പെൺകുട്ടികള്, ലോകങ്ങൾ മുഴുവനും തന്നെ നമസ്കരിക്കുന്നവരായിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ് ഗംഗയും ഉമയും. ഗംഗാച സരിതാം ശ്രേഷ്ഠ, അതിൽ വെച്ച് ഗംഗാനദി, നദികളിൽ വെച്ച ശ്രേഷ്ഠയും ഉമാദേവിയുമാണ് മറ്റൊരു പുത്രി. അത് പറഞ്ഞു കഴിഞ്ഞത് ഒന്നുകൂടി ആ ഭാഗം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. എന്നിട്ട് പറയാണ്, ഏതത്തെ സർവമാഖ്യാതം, ഇതുവരെയുള്ള കഥകളൊക്കെ ഞാനിതാ അങ്ങേക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. യഥാ ത്രിപഥഗാമിനി ഖംഗത, ഏതുവരെയുള്ള കഥയാണ്? എങ്ങനെയാണ്, എപ്രകാരമാണ് ത്രിപഥഗാമിനി, 3 വഴികളിൽ കൂടെ സഞ്ചരിക്കുന്നവളായിട്ടുള്ള ഗംഗാനദി ഖംഗത പ്രഥമം, ആകാശം അഥവാ സ്വർഗലോകത്തേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന്. അല്ലയോ ശ്രീരാമ, ഗതിമതാം വര ഏതത് സർവം ആഖ്യാതം. ഖംഗത പ്രഥമം ഗതിം, അതായത് ആകാശത്തിലേക്ക് സഞ്ചരിച്ച ആദ്യത്തെ യാത്രയെ പറ്റിയിട്ട് സുന്ദരമായിട്ട് നടക്കുന്നവനെ. ഗതിം, ഗതിമതാം വര എന്നുള്ളതൊക്കെ ഒരു ഭംഗിക്കായിട്ട് ചേർത്ത് പറയണതാണ്. അതായത് ഗംഗാനദിയുടെ സ്വർഗലോകത്തേക്കുള്ള യാത്രയെ പറ്റിയിട്ട് അഴകാർന്ന നടപ്പോടുകൂടിയവനെ, നല്ല സുന്ദരമായിട്ട് വിരിഞ്ഞ മാറോടുകൂടി പൗരുഷത്തോടുകൂടി സഞ്ചരിക്കുന്ന അല്ലയോ ശ്രീരാമ, നിന്നോട് ഞാനിതാ പറഞ്ഞു തന്നിരിക്കുന്നു. സൈഷ സുരനദീരമ്യ, അവളാണ് അതിസുന്ദരിയായിട്ടുള്ള നല്ല കഴിവുറ്റവളായ പാവനിയായിട്ടുള്ള ഗംഗാനദി, ശൈലേന്ദ്രതനയായിട്ടുള്ള ഗംഗാനദി. സൈഷ സുരനദി. അപ്പോൾ ഈ ശൈലേന്ദ്രന്റെ അടുത്ത് നിന്ന് പോയപ്പോൾ പിന്നെ ആ നദിക്ക് സ്വർഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും പേര് സുരനദി എന്നായി. അതാണ് സുരാണാം നദി സുരനദി ഗംഗ. രമ്യയായിട്ടുള്ള ആ നദി സുരനദി എന്നറിയപ്പെട്ടു. സുരലോകം സമാരൂഢ വിപാപ ജലവാഹിനി, സുരലോകത്തേക്ക് ചെന്നെത്തിയവളായിട്ടുള്ള ആ നദി ഗംഗാനദി വിപാപ, പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവളും ധാരാളം ജലം ഉൾക്കൊള്ളുന്നവളുമായിട്ടുള്ള നദിയായിട്ട് പിന്നെ സുരനദിയായിട്ട് ശോഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗത്തിലെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. തുടങ്ങിയിട്ടേ ഉള്ളൂ കഥ. ഇനി കുറേ സർഗങ്ങളിലേക്ക് ഈ കഥ വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. എങ്ങനെയാണത് ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള കഥയൊക്കെ നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അധ ജ്യേഷ്ഠാം സുരാ സർവേ ദേവകാര്യചികീർഷയാ ശൈലേന്ദ്രം വരയാമാസുർഗംഗാം ത്രിപഥഗാം നദീം ദദൗ ധർമ്മേണ ഹിമവാം സ്തനയാം ലോകപാവനീം സ്വച്ഛന്ദപഥഗാം ഗംഗാം ത്രൈലോക്യഹിതകാമ്യയാ പ്രതിഗൃഹ്യ ത്രിലോകാർത്ഥം ത്രിലോകഹിതകാംക്ഷിണഃ ഗംഗാമാദായ തേ ഗച്ഛൻ കൃതാർത്ഥേനാന്തരാത്മനാ യാചാന്യാ ശൈലദുഹിതാ കന്യാസീദ് രഘുനന്ദന ഉഗ്രം സാവ്രതമാസ്ഥായ തപസ്തേവേ തപോധന ഉഗ്രേണ തപസാ യുക്താം ദദൗ ശൈലവരസുതാം രുദ്രായ പ്രതിരൂപായ ഉമാം ലോകനമസ്കൃതാം ഏതേ തേ ശൈലരാജസ്യ സുതേ ലോകനമസ്കൃതേ ഗംഗാ ച സരിതാം ശ്രേഷ്ഠ ഉമാദേവീ ച രാഘവ ഏതത്തെ സർവമാഖ്യാതം യഥാ ത്രിപഥഗാമിനി ഖംഗതാ പ്രഥമം താത ഗതിം ഗതിമതാം വരാ സൈഷാ സുരനദീ രമ്യാ ശൈലേന്ദ്രതനയാ തദാ സുരലോകം സമാരൂഢ വിപാപാ ജലവാഹിനി. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.